ഇതേമാതിരത്തെ കൂട്ടായ്മകൾ വേണം നിർബന്ധമില്ല. സ്പിരിച്വൽ കൂട്ടായ്മകളും പറ്റും. പല സിസ്റ്റർമാരും പല അമ്പലങ്ങളും പല ഏരിയകളിൽ പല ആൾക്കാരായിട്ട് നടത്തുന്ന സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേമാതിരത്തെ ഒരു സംഭവത്തിൽ അത്തോളി ഒരു ആശ്രമത്തിൽ പോയി ഞാൻ സംസാരിക്കുകയുണ്ടായി. അവിടുത്തെ സ്വാമിജി വിളിച്ചിട്ട് അവിടെ സ്വാമിജി അതിന് വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അവിടെ പ്രത്യേക ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ പോയി എനിക്ക് സംസാരിക്കാം. അതേമാതിരി തന്നെ മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആവട്ടെ, ഒരുപാട് ഫെലോഷിപ്പുകൾ ഇതിന് വേണ്ടി ആത്മീയപരമായ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും നടക്കുന്നതാണ്. നെക്സ്റ്റ് വേണ്ട. More you depend on God, more you become independent. നമ്മളെല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പലതരത്തിലും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി. അപ്പം ബിൽ ഡബ്ല്യു എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ആൽക്കഹോളിക് അനോണിമസിന് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് മോർ യു ഡിപ്പെൻഡ് ഓൺ ഗോഡ്, മോർ യു ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ദൈവത്തോട് നിങ്ങൾ എത്രത്തോളം അടുക്കുന്നു, നിങ്ങൾ ഇതേമാതിരി വിധേയത്വമുണ്ടാവുന്ന വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. ആൻഡ് മദർ തെരേസ സെഡ് never hate your enemies, hate enmity. മദ്യത്തെ എല്ലാം വെറുക്കേണ്ടത്, പാനികളെ എല്ലാം നിങ്ങൾ വെറുക്കേണ്ടത്, മദ്യാസക്തിയാണ് നിങ്ങൾ വെറുക്കേണ്ടത്. ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിൽ ഇഷ്ടംമാതിരി ക്യാൻഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഡിസെക്ഷൻസ് ഒക്കെ ചെയ്യുന്നതും അതേമാതിരി പ്രിസർവ് ചെയ്യുന്നതും ആൽക്കഹോളിലാണ്. എൻ്റെ 100% ആൽക്കഹോളുണ്ട്. ചാരായം ഞങ്ങളുടെ ലാബിൽ ഇഷ്ടംമാതിരി ഉണ്ട്. ഈ ചാരായം ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നതായിട്ട് അറിയുന്നില്ല. പക്ഷെ ആർക്കും എടുത്ത് കുടിച്ചാലേ പ്രശ്നമുള്ളൂ. അപ്പൊ മദ്യം പ്രശ്നക്കാരനല്ല, മദ്യ ആസക്തിയാണ് പ്രശ്നക്കാരൻ. ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ്. നെക്സ്റ്റ്. ഇത് പൂർണ്ണമദ്യ നിരോധനം പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ US പ്രസിഡന്റ് ജനുവരി 16, 1919 ഇറക്കിയ പത്രപ്രസ്താവനയാണ് അമേരിക്കയിൽ പൂർണ്ണ മദ്യ നിരോധനം. ഞാൻ പൂർണ്ണ മദ്യ നിരോധനത്തിന് എതിരല്ല, അതിന് ഞാൻ അനുകൂലിക്കുന്നുള്ളൂ. പക്ഷെ അമേരിക്കയിൽ 1919 പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവന്നു. പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവന്നു. പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം അമേരിക്ക എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ പോർട്ടുകളും ബ്ലോക്ക് ചെയ്തു, എല്ലാ എയർപോർട്ടുകളും ബ്ലോക്ക് ചെയ്തു. അതേമാതിരി തന്നെ മദ്യപാനികളെ കള്ളവാറ്റുകാരുടെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡേഴ്സ് വെച്ചു. ഏകദേശം 500 ആൾക്കാർ അമേരിക്കയിൽ ഈ കള്ളവാറ്റുകാരെ വെടിവെച്ചു. ഏകദേശം 5000 ആൾക്കാരെ പിടിച്ച് ജയിലിലാക്കി. ഏകദേശം 50,000 ആൾക്കാരെ ശിക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം അമേരിക്ക എത്രയോ $1 ബില്യൺ അമേരിക്ക കടക്കാനായി. 1930 ഈ ലോ ചീന്തിയിട്ടാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയും നടക്കാത്ത കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, മദ്യം എല്ലാ പ്രശ്നക്കാരും, മദ്യ ആസക്തിയാണ് പ്രശ്നം. മദ്യം എടുത്ത് കുടിക്കാൻ തോന്നുന്നതാണ് പ്രശ്നം. ആ തിങ്കിങ് ആണ് പ്രശ്നം. ആ തിങ്കിങ്ങിനെ സ്ട്രൈക്കിംഗ് തിങ്കിങ് ആക്കി മാറ്റണം. കുടിക്കാനുള്ള തോന്നൽ